ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫായിട്ട് വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ പതിവിൽ നേരത്തെ എണീറ്റപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ മോന് വാക്സിനേഷൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ചൊന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോ ട്രിപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. പിന്നെ കുറച്ച് തുണികളൊക്കെ നമ്മൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനിന്ന് റെഡിയാക്കിയത് കാണിച്ചു തരാം. ചോറും പിന്നെ ഇന്ന് മുട്ടക്കറിയും ചപ്പാത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയും ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉച്ചയ്ക്കായിട്ടുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു. മുട്ടയാണ് കേട്ടോ, അത് മുട്ടയും മുരിങ്ങപ്പൂവുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായ ഞാൻ അപ്പം തന്നെയാണ് കേട്ടോ വെക്കാറ്. അത് കുറച്ച് നേരം ഇരുന്നാലും ഞങ്ങൾ ചൂടാക്കിയിട്ട് എടുക്കുക ചെയ്യാറ്. അപ്പം മോൾക്കുള്ള പാലും പിന്നെ നമുക്കുള്ള കുടിവെള്ളം എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നേരത്തെ പണി കഴിഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ബാക്ക് ടു ലൈഫിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത്രയും പണികൾ ഒരുമിച്ച് ഇത്രയും നേരത്തെ കഴിയണത്. അതുവരെ നമ്മൾ ചെയ്തിരുന്നത് തന്നെയാണ്, ഇല്ലയെന്നല്ല. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഉന്മേഷം കിട്ടിയ പോലെ, എന്തോ വലിയൊരു ഗൃഹനാഥയായ പോലെയാണ് കേട്ടോ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. 2 മക്കളും കുടുംബമൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവരും ഒരു മാറ്റം വരും. ആ ഒരു മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്. തള്ള വൈബ് എന്ന് വെച്ചാൽ പറയാം. അങ്ങനെ അലക്കിയ തുണികളൊക്കെ നമ്മൾ തോരടാണ് കേട്ടോ. അത്യാവശ്യം തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തോരട്ടിട്ട് പിന്നെ കുളിച്ചിട്ട് വേണം പോകാനായിട്ട്. ഈ വാക്സിനേഷൻ്റെ ഡേറ്റ് ആകുമ്പോൾ എല്ലാ അമ്മമാർക്കൊരു ടെൻഷനാണല്ലേ. എത്രയൊക്കെ ആയാലും മക്കൾ കരയുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. അപ്പോൾ എനിക്കും പേടിയുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ വാക്സിനേഷൻ്റെ ദിവസം. എൻ്റെ മോൾക്കായാലും വാക്സിനേഷൻ കഴിഞ്ഞ ശേഷം പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴായാലും അവൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അനാവശ്യമായിട്ട് കരയുകയോ കാര്യങ്ങളോ വാശികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സഹിക്കും, എങ്കിലും അവന് വേദനിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ്. മോളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. എങ്കിലും അവൻ സഹകരിക്കും കേട്ടോ. അവനും അങ്ങനെ വാശിയും കാര്യങ്ങളൊന്നുമില്ല. അത് തന്നെ ഭാഗ്യം എന്നാണ് എല്ലാവരും പറയണത്. അതും ശരിയാണ്. ചേട്ടനാണെങ്കിൽ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ കുളിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ മോളാണെങ്കിൽ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നേരത്തെ അവൾ എൻ്റെ ഒപ്പം തന്നെ എണീറ്റിട്ടുണ്ട്. ടോം ആൻഡ് ജെറിയാ ചേച്ചീൻ്റെ നോക്കി കിടക്കാണോ പൊന്നോ? ആണോ? ഇത് സൂപ്പറായിട്ട് കേട്ടോ വരച്ചത്. ഗുഡ് ഗേൾ ആണേ. അപ്പോൾ മോൻ എണീറ്റപ്പോൾ മോൾ അവന് തുണക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ അതിനിടയിൽ വരച്ചിട്ടുള്ളൊരു പിക്ചറാണ്. അവൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു രൂപം വരയ്ക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. സാധാരണ അവൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കെങ്കിലും ഇങ്ങനൊരു രൂപമായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്നലെ അമ്മ കുറച്ച് ജിലേബിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ജിലേബി ഫ്രിഡ്ജിൽ വെക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ഉറുമ്പ് വരാണ്ടിരിക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ മുന്നേ തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കും, നമുക്ക് പിറ്റേ ദിവസത്തേക്കായാലും നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. ചേട്ടന് ചോറ് നിറച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചോറ് അധികം വേണ്ട, പച്ചക്കറികളാണ് കേട്ടോ കൂടുതൽ കഴിക്കുന്നത്. അപ്പോഴേക്കും ചേട്ടൻ കുളിച്ച് റെഡിയായി വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ മോൾക്ക് അംഗൻവാടിക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ്. പിന്നെ പല്ലേപ്പിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അവളെ കുളിപ്പിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും അമ്മ ഞണ്ട് വാങ്ങിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടാണ് ഞണ്ട് വാങ്ങിച്ചിട്ട്. ആദ്യമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചിരുന്ന ഒരു ഐറ്റമാണത്. പിന്നെ എല്ലാവർക്കും ഇത് കഴിക്കാനുള്ളൊരു മടിയുണ്ട്. പക്ഷെ എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ അമ്മ എന്നെ ഓർത്തിട്ട് വാങ്ങിച്ചേട്ടോ. ഞാനൊരു ആഗ്രഹം പറഞ്ഞ സമയത്ത് അമ്മ വാങ്ങിച്ചു കൊടുന്നതാണേ. അതെൻ്റെ പ്രഗ്നൻസി ടൈമിലായാലും പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നിട്ടുണ്ട് കേട്ടോ രണ്ടാളും. അപ്പോൾ ഇന്ന് അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. സ്പെഷ്യൽ ഞണ്ട് കറിയാണ്. അപ്പോൾ അത് നമ്മുടെ ഷോർട്സ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണേ. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കളയാം കേട്ടോ. കവറിങ്ങനെ ഇട്ടെ നമുക്ക് വൃത്തിയുടെ ആയല്ലോ. അങ്ങനെയാണ് പൊതിഞ്ഞിട്ടാ. യെസ്, ഇന്ന് വെരി വേസ്റ്റ്. ഇവിടെ നമുക്ക് ഒന്നിരാടം കൂടുമ്പോൾ ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ട് കോർപ്പറേഷനിൽ നിന്ന് ചേച്ചിമാർ വരും. നല്ല സഹകരണം കേട്ടോ. ഞങ്ങൾക്ക് മുന്നൊക്കെ കിട്ടിയിരുന്ന ചേച്ചിമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ചേച്ചിമാർ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് എല്ലാം പറഞ്ഞു തരും കേട്ടോ. നമ്മളോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യില്ല.
അപ്പോൾ എല്ലാം ഞണ്ട് നന്നാക്കി എടുത്ത ശേഷം അമ്മ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം വെക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ മോളെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് അവൾക്ക് ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്തിട്ടാട്ടോ വിടുക. പിന്നെ അംഗൻവാടി പോയി കഴിഞ്ഞാൽ സ്നാക്ക് ഉണ്ട്. അത് കാരണം നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് പാല് മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ അവൾക്ക് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴമൊക്കെ കൊടുക്കാറുണ്ട്, ഇല്ലയെന്നില്ല. അപ്പോൾ വെറും പാല് ചില ദിവസമൊക്കെ കുടിക്കാൻ മടി കാണിക്കുമ്പോൾ ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇടും കേട്ടോ. അപ്പോൾ അവളത് ഒറ്റയ്ക്ക് കുടിച്ചോളും. പിന്നെ രാവിലെ എണീറ്റ ഉടനെ ഫുഡ് കഴിക്കാനായിട്ട് എനിക്കായാലും കുറച്ച് മടിയാണ് കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെയാണ് മോളും. അപ്പം ഞാൻ രാവിലെ ഫുഡ് കഴിക്കണതിന് മുന്നേ തന്നെ കുറച്ച് തണ്ണിമത്തൻ്റെ പാലിട്ട് അടിച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ, അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്നു. മോൻ്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്ന സമയത്ത് മ്യൂസിക് കയറി വന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുള്ളൂ. ചേട്ടനോട് ഞാനൊന്ന് എൻ്റെ വീഡിയോ ഒന്ന് എടുത്തുതരാൻ പറഞ്ഞു കേട്ടോ. ആ സമയത്ത് ചേട്ടൻ സൂം ചെയ്ത് വരികയാണ് ചെയ്യണത്. അപ്പോൾ ഞാനും വിചാരിച്ച് എൻ്റെ മുട്ട എങ്ങാനും എടുത്തുകൊണ്ടാവാൻ വരികയെന്ന് വെച്ചിട്ട് ഞാൻ തടഞ്ഞു കേട്ടോ. ഫുഡിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ ഞാനൊന്നും വിട്ടു കൊടുക്കില്ല. പിന്നെ ഫുഡാണ് എനിക്ക് മെയിൻ. അപ്പോഴേക്കും അമ്മയുടെ ഞണ്ട് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. വാക്സിനേഷൻ എടുത്ത ശേഷം ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.